والسلام على أشرف رسول الله وعلى آله وصحبه أجمعين अम्मा बाद निगाह इश्क मस्ती में वही अव्वल वही आखिर वही कुरान वही फुरकान वही यासीन वही तोह ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ആഗതനാകുവാൻ കാരണം ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പം സംസാരിക്കാനാണ്. നാദം തുണക്കട്ടെ. പ്രിയമുള്ളവരെ, ആരാണ് പ്രവാചകൻ, മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈന്ത പനയോലകളുടെ ജീജലച്ചാലയിൽ വല്ലസിക്കുന്ന അങ്ങ് മദീന മുനവ്വറ അന്തരീക്ഷണം കൊള്ളുന്ന കോടാനുകോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ കരളിൻ്റെ കാതലായ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കണേ ഉമ്മ, അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണേ ചെറുപ്പക്കാരാ. നീ നിന്റെ ശരീരത്ത് മുടിവെട്ടുന്നത് സിനിമാ താരങ്ങളോടുള്ള പ്രണയം കൊണ്ടാണോ? നീ നിന്റെ ശരീരത്ത് വസ്ത്രം ധരിക്കുന്നത് സിനിമാ താരങ്ങളോടുള്ള പ്രണയം കൊണ്ടാണോ? വേണ്ട മോനെ, വേണ്ട, വേണ്ട മോളെ, വേണ്ട. നിന്റെ ശരീരത്തുള്ള വസ്ത്രധാരണ അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള സുന്നത്തുകളാവണം മോനെ, പൊന്നുമോനെ, പൊന്നുമോളെ. ഞാൻ എൻ്റെ ശരീരത്ത് വെള്ള വസ്ത്രം ധരിക്കുന്നത് അതെൻ്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ ഇടത്തോട് തുണിയെടുക്കുന്നത് അതെൻ്റെ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ഞാൻ തലയിൽ തൊപ്പിയിടുന്നത് അത് എൻ്റെ ഹബീബിനോടുള്ള മുഹബത്ത് കൊണ്ടാണ്. എൻ്റെ സൂപ്പർ സ്റ്റാർ, എൻ്റെ രാജാവ്, ഞാൻ ഈ കുലാസിന്ത വിളിക്കുന്നത് അതെൻ്റെ ഹബീബിനോടുള്ള മുഹബത്ത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ നല്ലൊരു വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രണയിക്കണം. അത് ഉറപ്പ് കൊണ്ടുള്ള പ്രണയമാവണം, അത് കൽബ് കൊണ്ടുള്ള പ്രണയമാവണം. അങ്ങനെയുള്ള പ്രണയം പ്രണയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. നാളെ ഖബറിലേക്ക് ചോദ്യം വരും. നാളെ ഖബറിലേക്ക് വിജയം കിട്ടൽ അള്ളാഹുവിൻ്റെ ഹബീബല്ലാതെ ഷഫാത്ത് മറ്റ് ദുനിയാവിലുള്ള കാമുകം വരില്ല, മറ്റു കാമുകന്മാർ വരില്ല, കാമുകന്മാർ വരില്ല, മറ്റു പ്രവർത്തകന്മാർ വരില്ല, മറ്റു നേതാക്കന്മാർ വരില്ല. നമ്മളുടെ മകൾ സൂപ്പർ സ്റ്റാർ മകൾ വരില്ല മക്കളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിലേക്ക് ചോദ്യം വരുമ്പോൾ, നാളെ ഖബറിലേക്ക് ചോദ്യം വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷഫാത്ത് അല്ലാതെ മറ്റാരും വരില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ച് വിജയം നേടാൻ അനിവാര്യമാണ്. അതിനുവേണ്ടി നാം ശ്രമിക്കണം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.